Hi friends, welcome back to my channel. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ലിപ് ബാമിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈ ലിപ് ബാം നമ്മുടെ ചുണ്ടിനെ മോയ്സ്ചറൈസ് ആക്കാനും നല്ല കളർ കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അധികം സംസാരിച്ച സമയം കളയാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ 2 ചെറിയ ബീട്രൂട്ട് ആദ്യം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാനിതിൽ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, കണ്ടോ, ഇതുപോലെ നന്നായി അടിച്ചെടുക്കുക. അപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അരിപ്പ് വെച്ചിട്ടാണ് ഞാൻ അരിച്ചെടുക്കുന്നത്. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് അരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഒരു വട്ടം അരിച്ചെടുക്കുമ്പോൾ അതിൽ ഗ്രാന്യൂൾസ് വീഴാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് അരിച്ചെടുക്കണം. അരിപ്പയിൽ അരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് അരിച്ചാലും മതി കേട്ടോ. അപ്പോൾ വീണ്ടും ഞാനൊന്നുകൂടി അരിച്ചെടുക്കുന്നുണ്ട്, കണ്ടോ. എന്നാലും അതിൽ കുറച്ച് തരികളുണ്ട്, കണ്ടോ. അപ്പോൾ ഗ്രാന്യൂൾസ് ഒന്നും ഇല്ലാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഫ്രൈ പാനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രൈ പാൻ ഇല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള പാത്രം എടുത്താലും മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കണം കേട്ടോ, ഇളക്കി കൊടുക്കുക. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കുക. അധികം തിക്കും അല്ല എന്നാൽ നല്ല ലൂസും അല്ല, അങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുക. 5 മിനിറ്റൊക്കെ ഉണ്ട് കേട്ടോ ഇത് കുക്ക് ചെയ്യാനായിട്ടുള്ള ടൈം. അപ്പോൾ കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുക. എന്നിട്ട് അതൊന്ന് കുറച്ച് നേരം ചൂടാറാനായിട്ട് വെക്കുക. അപ്പോൾ ചൂടാറിയ ശേഷം ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റുകയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി ചേർത്ത് കൊടുക്കേണ്ടത് നെയ്യാണ്. അപ്പോൾ ഞാൻ എടുത്ത എമൗണ്ടിൻ്റെ ഈക്വൽ എമൗണ്ടായിട്ടാണ് നെയ്യ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നെയ്യ് ഇഷ്ടമല്ല, നെയ്യിൻ്റെ സ്മെല്ല് പറ്റില്ല, അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിലില്ലേ, അത് എടുത്താലും മതി. പക്ഷേ എനിക്ക് കുറച്ചുകൂടി നല്ലത് തോന്നുന്നത് നെയ്യാണ്. കാരണം നെയ്യ് നമ്മുടെ ലിപ്സിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഈ നല്ല ഡ്രൈ ലിപ്സൊക്കെ അല്ലേ, ഇങ്ങനെ ചുണ്ട് പൊട്ടുക അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നെയ്യ് എടുക്കാവും കുറച്ചുകൂടി നല്ലത് കേട്ടോ. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം കേട്ടോ നമുക്ക്, കണ്ടോ. ഇതാണ് ശരിക്കും ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. അപ്പോൾ ഞാനിത് സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു ചെറിയ ഇതുപോലത്തെ ഒരു പാത്രമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിലുണ്ടാവില്ലേ പഴയ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ, അങ്ങനെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ കണ്ടെയ്നർ ഉണ്ടെങ്കിൽ അതിൽ സ്റ്റോർ ചെയ്യാവും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ 1 മാസമൊക്കെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫ്രീസറിൽ വെക്കേണ്ടെന്നില്ല, ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിൽ വെച്ചാലും മതി. അപ്പോൾ അതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനത് ഒരു 15 മണിക്കൂറിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ നമുക്ക് കറക്റ്റ് ലിപ് ബാമിൻ്റെ കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്